നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബംഗാൾ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം സുവേന്ദു അധികാരി മമതയോട് പകപോക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസുകൾ ആക്രമിക്കാൻ അപ്രഖ്യാപന ആഹ്വാനം തന്നെയാണ് നടത്തുന്നത്. ബംഗാളിൽ എങ്ങനെയാണോ മമതാ ബാനർജി അവിടെ അധികാരത്തിലിരുന്നപ്പോൾ എടുത്ത തീരുമാനങ്ങളിൽ പലതും കോൺഗ്രസ് നേതൃത്വം ധാർഷ്ട്യത്തോടെയാണ് ആ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. മമതയുടെ ഈ ധാർഷ്ട്യം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ അതേ ലൈൻ, അതിനേക്കാൾ കുറച്ചുകൂടി മാരക വർഷനാണ് സുവേന്ദു അധികാരി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മമതാ ബാനർജിയെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ വധിക്കാൻ വരെ കൃത്യമായ ചില പ്ലാനിംഗ് ഉണ്ട് എന്ന് തൃണമൂൽ നേതാക്കൾ ആരോപിക്കുകയാണ്. മമതാ ബാനർജിക്ക് സുരക്ഷ കൂടുതൽ നൽകണമെന്ന് സയനി ഘോഷും മഹുവ മൊയ്ത്രയും ഒക്കെ എന്തുകൊണ്ടാണ് അടിവരയിട്ട് ഇങ്ങനെ പറയുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവർക്ക് സുരക്ഷാ ഭീഷണി നിലനിൽക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ദിലീപ് ഘോഷാണ് ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി സ്ഥാനത്ത് സുവേന്ദു അധികാരി. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ബംഗാളിൽ 200-ൽ പരം സീറ്റുകളുമായി, കൃത്യമായി പറഞ്ഞാൽ 207 സീറ്റുകളുമായി അധികാരത്തിലെത്തിയത് എന്തിൻ്റെ പേരിലാണ്? കൃത്യമായി BJP നേതൃത്വം പറയുന്നു, SIR നടപടികൾ എല്ലാ സംസ്ഥാനത്തും വന്നു, തമിഴ്നാട്ടിലും ഞങ്ങൾ നടപ്പിലാക്കിയല്ലോ, അവിടെയൊന്നും പരാതിയില്ലല്ലോ, അവിടെ BJP ആണോ ജയിച്ചത്? പിന്നെ എന്തിനാണ് എന്തെങ്കിലും പോഷ്കത്തരം പറയുന്നത്? ബംഗാളിൽ മറ്റൊരു ഓപ്ഷൻ BJP തന്നെയായിരുന്നു, ഓൾട്ടർനേറ്റീവ് അത് തന്നെയായിരുന്നതുകൊണ്ട് BJPയെ ജയിപ്പിച്ചതാണ് എന്നാണ് അഗ്നിമിത്ര പോൾ പറയുന്നത്. പക്ഷേ കാര്യം വ്യത്യസ്തമാണ്. 90 ലക്ഷത്തിലധികം വരുന്ന വളരെ സെൻസിറ്റീവായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിനെ കൃത്യമായി വിഭജിക്കാൻ സുവേന്ദു അധികാരിയുടെ രാഷ്ട്രീയത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് BJP അമിത്ഷായുടെ നേതൃത്വത്തിൽ നടത്തിയ ഏറ്റവും വലിയ മാസ് പ്ലാനിങ്. പണ്ട് 2014 UP പിടിച്ചതുപോലെ അന്ന് 80-ൽ 71 സീറ്റും BJP ജയിച്ചത് എങ്ങനെയായിരുന്നു? അമിത്ഷായുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എങ്ങനെയാണ് ആ പ്രോസസ്സ് വർക്കൗട്ടായത്? അതേ രീതിയിൽ തന്നെയാണ് കുറച്ചുകൂടി മെച്ചമായ രീതിയിൽ വെസ്റ്റ് ബംഗാളിൽ ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് അതിർത്തിയിൽ കൊടുക്കുന്നു എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഇൻഫിൽട്രേഷൻ ആണ് എന്ന പേരിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്താൽ വെറും കൈയോടെ നോക്കി നിൽക്കില്ല എന്ന് അധീർ രഞ്ജൻ ചൗധരിയും മമതാ ബാനർജിയും പറഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഇപ്പോഴാണ് മമതയ്ക്ക് തോന്നുന്നത്. നേരത്തെ ഒന്നും ആവശ്യം കഴിഞ്ഞാൽ കോൺഗ്രസിനെ കറിവേപ്പില പോലെ കളയുന്ന ഒരു സാഹചര്യമായിരുന്നു. കോൺഗ്രസിന് കിട്ടിയ വോട്ട് ഷെയർ ഒരു സഖ്യത്തിൻ്റെ രീതിയിൽ, മുന്നണി രീതിയിൽ അവിടെ മമത നിന്നിരുന്നെങ്കിൽ മമതയെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമായിരുന്നോ? ഇല്ല. അപ്പോൾ ഒറ്റയ്ക്ക് അധികാരം പിടിക്കണം, എല്ലാ സീറ്റിലും തനിച്ച് മത്സരിക്കണം. ഇതാണ് മമതയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനാണ് പുല്ലും പൂവിനും തിരിച്ചടി കിട്ടിയിരിക്കുന്നത്.